Hello students, today's class is about corporate governance. ഈ ഗവേണൻസ് എന്നുള്ള വേർഡ് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും. ഗവേൺ ചെയ്യുക, ഒരു സ്ഥാപനം ഭരിക്കുക, അത് മാനേജ് ചെയ്യുക, അതാണ് ഗവേണൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. കോർപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് എ ബിഗ് കോർപ്പറേഷൻ, എ ബിഗ് MNC ഓർ എ ബിഗ് കമ്പനി. അപ്പോൾ എങ്ങനെ ഒരു സ്ഥാപനം ഗവേൺ ചെയ്യണം, എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു കമ്പനി ആ കമ്പനിയുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും നീഡ്സ് മീറ്റ് ചെയ്യണത്, എങ്ങനെയാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല പ്രോഫിറ്റബിലിറ്റിയോട് കൂടി ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ അക്കൗണ്ടബിലിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റി, ആരാണോ ഈ സ്ഥാപനം മാനേജ് ചെയ്യണത് അവരുടെ ആ റെസ്പോൺസിബിലിറ്റി, അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നടത്തുന്ന അവരുടെ റിലേഷൻഷിപ്പും, അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഒരു ടേം, ഈ ഒരു ഉത്തരവാദിത്തം ആർക്ക് മാത്രമേ ഉള്ളൂ? ശരിക്കും പറഞ്ഞാൽ ടോപ്പ് മാനേജേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ വിൽ സി the management role is basically related with the business operations efficiently and effectively. The product design, അവരുടെ സാധാരണ രീതിയിലുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണം, പ്രൊക്യൂർ ചെയ്യണം, പേഴ്സണൽ മാനേജ്മെൻറ്റ്, HR, അവിടുത്തെ എല്ലാ HR ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തണം, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇതൊക്കെ ഉണ്ട്. But by contrast, the governance role is not concerned with running the business of the company, but giving overall direction to the enterprise with the aim of satisfying legitimate expectation for accountability and regulation by interests beyond the corporate boundaries. All companies need governing as well as managing. അത് എല്ലാ സ്ഥാപനത്തിനും എന്ത് അത്യാവശ്യമാണ്? ഗവേണിങ് അത്യാവശ്യമാണ്, മാനേജിങ് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബേസിക്കായിട്ടുള്ള നീഡ്, ബേസിക്കായിട്ടുള്ള ഉത്തരവാദിത്തം പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടത്തുക, മാർക്കറ്റിംഗ് നടത്തുക, അപ്പോൾ HR നോക്കുക, ഇതൊക്കെയാണ്. പക്ഷെ അതേപോലെ തന്നെ ചില സ്ഥാപനങ്ങൾ ഗവേണൻസ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും, ചിലർ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഗവേണൻസ് പറഞ്ഞാൽ എന്താണ്? ആ സ്ഥാപനത്തിന് ഓവറോൾ ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതോടുകൂടി അക്കൗണ്ടബിളും ആവണം, അവർ റെസ്പോൺസിബിൾ ആവണം. കോർപ്പറേറ്റ് ഗവേണൻസ് റെഫേഴ്സ് ടു ദ വേ എ കോർപ്പറേഷൻ ഈസ് ഗവേൺഡ്. എങ്ങനെയാണോ ഒരു കോർപ്പറേഷൻ ഗവേൺ ചെയ്യണം, അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇറ്റ് ഈസ് ദ ടെക്നിക് ബൈ വിച്ച് ദ കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് മാനേജ്ഡ്. എങ്ങനെയാണോ സ്ഥാപനം ഡയറക്റ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, അതാണ് ഗവേണൻസ്. ഇറ്റ് മീൻസ് ക്യാരിയിങ് ദ ബിസിനസ് ആസ് പെർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിസൈസ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരെ ഇഷ്ടത്തിന് സ്ഥാപനം മാനേജ് ചെയ്താൽ മതിയോ? പോരാ. എന്താണോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതായത് ഷെയർ ഹോൾഡേഴ്സിനും എംപ്ലോയീസിനും കസ്റ്റമേഴ്സിനും ഗവൺമെൻറ്റിനൊക്കെ അവർക്ക് ആഗ്രഹം എന്താണ്, അവരുടെ വിഷ് എന്താണ്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ സ്ഥാപനം മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. അതായത് കസ്റ്റമേഴ്സ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, ഫെയർ പ്രൈസിൽ. ഷെയർ ഹോൾഡേഴ്സിന് എന്താ വേണ്ടത്? അവർക്ക് നല്ല റിട്ടേൺ വേണം, അവർ കൊടുക്കുന്ന ക്യാപിറ്റലിന് നല്ല റിട്ടേണും ഇൻട്രസ്റ്റും കിട്ടണം, അവർക്ക് ആ സ്ഥാപനം പ്രോഫിറ്റബിളായി കാണാനാണ് അവരുടെ ആഗ്രഹം. ഗവൺമെൻറ്റിന് എന്താ വേണ്ടത്? കൃത്യസമയത്ത് ടാക്സൊക്കെ അടച്ചിട്ട് ഒരു എൻവയോൺമെൻറ്റിന് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ആ സ്ഥാപനം ചെയ്യണം, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക, ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റാണ് ഗവൺമെൻറ്റിന് ആവശ്യം. അപ്പോൾ ഈ പറയുന്ന എംപ്ലോയീസിന് എന്ത് വേണം? അവർക്ക് നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വേണം, സാലറി, ബോണസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ സാറ്റിസ്ഫൈ ആയിട്ട് അവിടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എന്താണോ അവരുടെ ആഗ്രഹം, ആ രീതിയിൽ ഒരു സ്ഥാപനം മാനേജ് ചെയ്യണതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയണത്. It is actually conducted by the board of directors and the concerned committee for the company's stakeholders benefit. സാധാരണ ഇത് ആരാ ചെയ്യാറ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിയാണത് ചെയ്യാറ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബാലൻസിങ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റൽ ഗോൾസ് ആസ് വെൽ ആസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഗോൾസ്. അതേപോലെ തന്നെ സൊസൈറ്റിക്കും എന്താണോ ആഗ്രഹം, ആ സൊസൈറ്റിയുടെ ആവശ്യം നിറവേറ്റേണ്ടത് ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെ, ഇൻഡിവിജ്വൽസിൻ്റെയും സൊസൈറ്റിയുടെയും ആ നീഡ്സ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ വേരിയസ് പാർട്ടിസിപ്പൻസ്. ആരൊക്കെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ടിസിപ്പൻസ്? ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, കമ്പനി മാനേജ്മെൻറ്റ് ഉണ്ടാവും. ഇത്രയും ആൾക്കാരായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. വൈ ദേ ആർ ഇൻറ്ററാക്ടിങ്? ഇൻ ഷേപ്പിംഗ് കോർപ്പറേഷൻസ് പെർഫോമൻസ് ആൻഡ് ദ വേ ഇറ്റ് ഈസ് പ്രൊസീഡിങ് ടുവേർഡ്സ്.
ആ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ, അത് നന്നാക്കേണ്ട രീതിയിലായിരിക്കണം അവരുടെ ഇൻറ്ററാക്ഷൻ. ദി റിലേഷൻ ബിറ്റ്വീൻ ഓണേഴ്സ് ആൻഡ് മാനേജേഴ്സ് ഇൻ എൻ ഓർഗനൈസേഷൻ മസ്റ്റ് ബി ഹെൽത്തി ആൻഡ് ദർ ഷുഡ് ബി നോ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ടു. ഒരു സ്ഥാപനത്തിൻ്റെ ഓണറും മാനേജറും ഒക്കെ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിരിക്കണം. അവരുടെ ഇടയിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇനി നമുക്കതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ദി റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് പാർട്ടിസിപ്പൻസ്. ആ പാർട്ടിസിപ്പൻസ് ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഇൻ ഡിറ്റർമിനിങ് ദി ഡയറക്ഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് കോർപ്പറേഷൻ. അപ്പോൾ 2, 3, 4 ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ പഠിക്കാം. കുറച്ച് താഴെ നോക്കൂ. കാഡ്ബറി കമ്മിറ്റി 1992 പറഞ്ഞിട്ടുള്ളത് ദ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. കോർപ്പറേറ്റ് ഗവർണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾ. എങ്ങനെയാണോ ഒരു കമ്പനിയുടെ ഡയറക്ഷൻ, കമ്പനി ഡയറക്റ്റ് ചെയ്യിക്കുന്നത്, അതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഹൗ ഇറ്റ് ഇസ് കൺട്രോൾഡ്. ഇത് രണ്ടുമാണ് കോർപ്പറേറ്റ് ഗവർണൻസ് പറഞ്ഞാൽ. അതായത് ടോപ്പ് മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തം ആ സ്ഥാപനം നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതും കൺട്രോൾ ചെയ്യണം എന്നുള്ളതും. സോ അത്രയും. അപ്പോൾ അത്യാവശ്യം ഒരു ബിഗ് പാരഗ്രാഫ് പഠിക്കുക, കോർപ്പറേറ്റ് ഗവർണൻസിനെ പറ്റി ഒരു ഡെഫിനേഷനും പഠിക്കുക. അപ്പോൾ അത്രയും ആ ഭാഗത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇത് ഹോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക, അത് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇത് ബൈ ഹെർട്ട് ചെയ്യാനൊന്നും എളുപ്പമല്ല. അപ്പോൾ അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് എഴുതാനൊരു 1-2 പാരഗ്രാഫും പഠിക്കുക, ഒരു ഡെഫിനേഷൻ പഠിക്കുക. അടുത്ത് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് CSR. രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട് അല്ലേ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ എങ്ങനെയാണ് എത്തിക്കലായിട്ട് ഒരു സ്ഥാപനം സൊസൈറ്റിയോട് പെരുമാറുന്നത്, അതിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ നീഡ്സ് എങ്ങനെയാണോ നമ്മൾ മീറ്റ് ചെയ്യണത്. ഒരു സ്ഥാപനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ടു ദി സൊസൈറ്റി. ഏറ്റവും കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക സൊസൈറ്റിയോടുള്ള പ്രതിബദ്ധത, കമ്മ്യൂണിറ്റിയോടുള്ള സ്ഥാപനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് CSR. അതെങ്ങനെ ചെയ്യണം, എത്തിക്കലായിട്ട് ചെയ്യണം. അൺഎത്തിക്കലായിട്ട് ഇത് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്, ആ സ്ഥാപനത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി പെർഫോംഡ് എത്തിക്കലി. അപ്പോൾ നമുക്ക് നോക്കാം. ബോത്ത് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് CSR ഫോക്കസ് ഓൺ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ ബിസിനസ് ആൻഡ് ദ റിയാക്ഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ ടു ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ്. രണ്ടും എന്താണ്, ബിസിനസ് സ്ഥാപനങ്ങൾ എത്തിക്കലി ആയിരിക്കണം അവർ ബിസിനസ് ചെയ്യേണ്ടത്. എങ്ങനെയാണോ അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് പെരുമാറുന്നത്, റിയാക്ഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദി എൻവയോൺമെൻറ്റ്, രണ്ടും അതാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് എങ്ങനെ പെരുമാറണു. കോർപ്പറേറ്റ് ഗവർണൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ബ്രോഡ് റേഞ്ച് ഓഫ് പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ് വിച്ച് ആർ അഡോപ്റ്റഡ് ബൈ എൻ ഓർഗനൈസേഷൻ ഇൻ ഇറ്റ്സ് ഡീലിംഗ് വിത്ത് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് നമ്മൾ കണ്ടതാണ്. കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് ഗവർണൻസ് ഡിപ്പെൻഡ്സ് ഓൺ മാനേജിയൽ പെർഫോമൻസ് ആസ് വെൽ ആസ് കൺസിഡറേഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് കോർപ്പറേറ്റ് ഗവർണൻസ് ചെയ്യുമ്പോൾ മാനേജീരിയൽ പെർഫോമൻസ് നോക്കും, അതേപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടി നോക്കിയിട്ടാണ് കോർപ്പറേറ്റ് ഗവർണൻസ് ചെയ്യുക. അതേപോലെ ദ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് പ്രൊസീജിയർ, എത്തിക്കൽ ആൻഡ് ലീഗൽ പ്രാക്ടീസസ് വിത്ത് എ ഫോക്കസ് ഓൺ കസ്റ്റമേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് അതായത് നല്ല റിലേഷൻഷിപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടി, സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ കോർപ്പറേറ്റ് ഗവർണൻസ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ എന്തും കൂടി ആയിരിക്കും, റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ഥാപനമായിരിക്കും. നിങ്ങൾ CSR കൂടി അതിൽ കൊണ്ടുവരും. CSRൻ്റെ ആവശ്യകത എന്താ അതും കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ കോർപ്പറേറ്റ് ഗവർണൻസ് ചെയ്യേണ്ടാവുക. അതേപോലെ കൾച്ചറൽ എൻവയോൺമെൻറ്റ് ഡയമെൻഷൻസും ശ്രദ്ധിക്കണം. ലീഗൽ ആൻഡ് എത്തിക്കൽ അല്ലേ, എന്താണ് നിയമം പറയുന്നത്, ആ നിയമം പറയണ കാര്യങ്ങൾ മാത്രം നമുക്കൊരു സ്ഥാപനത്തിൽ സമൂഹത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലീഗൽ ആസ്പെക്ട്സ് നോക്കണം, കൾച്ചറൽ ആസ്പെക്ട്സ് നോക്കണം, ഇക്കണോമിക് ആസ്പെക്ട്സ് നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഗവർണൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ CSRനെ പറ്റി ഒത്തിരി പഠിച്ചിട്ടുണ്ട്, കോർപ്പറേറ്റ് ഗവർണൻസിനെ പറ്റി ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ മിക്സ് ചെയ്തിട്ട് മുമ്പ് പഠിച്ച കാര്യം, ഇനി പുതിയതായിട്ട് ഇതൊന്ന് പഠിക്കണം ആവശ്യമില്ല. അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി താഴത്തെ പാരഗ്രാഫ് നോക്കാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി
reporting is a part of accountability in the context of corporate governance, since the disclosure of environmental issues might give impact on the welfare of shareholders. It can be considered as one element of corporate governance. അതായത് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒരു എലമെൻ്റാണ് CSR. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. CSR was considered as a significant factor for achieving long-term goals, especially in building a harmonious society in the long term, due to strong commitment in CSR was positively related to good governance. അതായത് നിങ്ങൾ സോഷ്യലി റെസ്പോൺസിബിൾ ആക്ടിവിറ്റീസ് ചെയ്തെങ്കിൽ മാത്രമേ ലോങ് ടേമിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് CSR നിർബന്ധമാണ്. അതേപോലെ നല്ല CSR ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ അർത്ഥം എന്താ, നിങ്ങളുടെ ഗവേണൻസ് ഗുഡാണെന്ന് അർത്ഥം. അപ്പോൾ CSR ലീഡ്സ് ടു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് CSR ഇസ് എൻ എലമെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. A traditional view suggested a contradiction between CSR and corporate governance. Corporate governance was related to profit maximization and provided protection to shareholders who provide capital to the firm, while CSR apparently was against profit maximization because it suggested a set of actions beneficial for external stakeholders. അതായത് മുമ്പ് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നത് CSRും കോർപ്പറേറ്റ് ഗവേണൻസും രണ്ടും രണ്ടാണെന്നാണ്. കാരണം കോർപ്പറേറ്റ് ഗവേണൻസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രോഫിറ്റ് കൂട്ടാനും അതിൽ ഷെയർ ഹോൾഡേഴ്സിനാണ് ഏറ്റവും അതിൻ്റെ ഗുണമുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അതേസമയം CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സമൂഹത്തിന് ചെയ്യുന്ന നന്മയാണ്, കമ്മ്യൂണിറ്റിക്കും സൊസൈറ്റിക്കും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷനും മറ്റത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലാത്തൊരു കോൺസെപ്റ്റുമാണ്. രണ്ടും രണ്ടാണെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. Corporate governance is an umbrella term and CSR is gradually getting fused into the company's corporate governance practice. ഒരു വലിയ ടേമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് CSRനെ കാണുന്നത്. Their relationship can be interpreted by abandoning the standard view of the firm as a shareholder value maximizer and embracing the view of a firm as a stakeholder value maximizer. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ നമ്മുടെ കോൺസെപ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് വന്നാൽ ഷെയർ ഹോൾഡറിന് മാത്രം നന്മ വരണം, ഷെയർ ഹോൾഡറിന് പ്രോഫിറ്റ് കൂടുതൽ കൊടുക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടുതൽ കൊടുക്കുക, റിട്ടേൺ ഓൺ അസറ്റ്സ് കൊടുക്കുക. അതിനുപരിയായിട്ട് നമ്മൾ ഇന്ന് അതിനെ കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ വാല്യൂ മാക്സിമൈസർ ആയിട്ടാണ്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും എന്താണോ അവർ പ്രതീക്ഷിക്കുന്നത് അത് തിരിച്ചു കൊടുക്കുന്ന ഒരു ടേമായിട്ടാണ് ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിനെ കാണേണ്ടത്. ദ കൺവേർജൻസ് the way for corporate governance to be driven by ethical norms and the need for accountability, and it enables CSR to adapt prevailing business practices. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ എത്തിക്കൽ നോംസ്. നിങ്ങൾ എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഗവേണൻസും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ദ നീഡ് ഫോർ അക്കൗണ്ടബിലിറ്റി, നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, നിങ്ങൾ അതിന് അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ CSR ഇറ്റ് എനേബിൾ CSR ടു അഡാപ്റ്റ് പ്രിവെയിലിംഗ് ബിസിനസ് പ്രാക്ടീസ്. പെട്ടെന്ന് CSRന് ഒരു ബിസിനസ്സിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് CSR കൊണ്ടുവരാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സും ബെനിഫിറ്റ്സും നോക്കാം. ഓക്കെ, രണ്ടിൻ്റെയും ഒബ്ജക്റ്റീവ്സും ബെനിഫിറ്റ്സും സിമിലർ ആണ്. ഒന്ന് റീബിൽഡിങ് ഓഫ് പബ്ലിക് ട്രസ്റ്റ്, അല്ലേ? പബ്ലിക്കിന് എന്തുണ്ടാവും, നമ്മളെ സ്ഥാപനം കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്നത് CSR ഫോളോ ചെയ്യണമെങ്കിൽ പബ്ലിക്കിന് നമ്മളോടുള്ള വിശ്വാസത കൂടും. ആൻഡ് കോൺഫിഡൻസ് ബൈ ഇൻക്രീസ്ഡ് ട്രാൻസ്പെറൻസി. അല്ലേ, ഇത് രണ്ടും ചെയ്യാൻ പറഞ്ഞാൽ എന്താ, വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ. ആൻഡ് ഇസ് ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നോൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നമുക്കറിയാം, നമ്മൾ P&L അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അത് ഓഡിറ്റ് ചെയ്യും. അപ്പോൾ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങളുടെ നോൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും എന്തായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അങ്ങനെ സ്ഥാപനത്തിനോടുള്ള ആൾക്കാരുടെ വിശ്വാസ്യത കൂടുമ്പോൾ നിങ്ങളുടെ ഷെയർ ഹോൾഡർ വാല്യൂ കൂടും. ഇറ്റ് എസ്റ്റാബ്ലിഷ് സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കൂടും. മേക്കിംഗ് സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നിങ്ങൾക്ക് നല്ല ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി റീജിയൻ ആൻഡ് സൊസൈറ്റി അറൗണ്ട് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ആ സ്ഥാപനം എവിടെയാണോ സ്ഥിതി ചെയ്യണം
ആ ഏരിയയിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും. ആ സമൂഹത്തിന് നിങ്ങൾക്ക് കുറേ നന്മ ചെയ്യാൻ സാധിക്കും. അഡ്രസ്സിങ് ദ കൺസേൺസ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എ ബാലൻസ്ഡ് വേ സോ ആസ് ടു മെയിൻറ്റെയിൻ എ സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ. മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കൺസേൺസ്, അവരുടെ ഉള്ള പ്രശ്നങ്ങളും കൊറികളും അതൊക്കെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഒരു എങ്ങനത്തെ രീതിയിൽ, ഒരു ബാലൻസ് രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് മാർക്കറ്റ് പൊസിഷനും അതുകൂടി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് രണ്ടിൻ്റെയും ബെനിഫിറ്റ്സ്. ഇനി കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ മാത്രം ബെനിഫിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് എൻഷുവേഴ്സ് കോർപ്പറേറ്റ് സക്സസ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. നിങ്ങളുടെ സ്ഥാപനത്തിന് നല്ല സക്സസ്ഫുൾ ആവാനും ഇക്കണോമിക് ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. It helps to maintain investors' confidence, which helps the company to raise capital. അതായത് കാശ് കൊണ്ടുവന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസും വിശ്വാസതയും നിങ്ങൾക്ക് നേടാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് അഡീഷണൽ ക്യാപിറ്റൽ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റേസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടി കോർപ്പറേറ്റ് ഗവർണൻസോടുകൂടി ഉണ്ടാവും. ഇറ്റ് ലോവേഴ്സ് ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന കോസ്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇറ്റ് ബ്രിങ്സ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ഷെയർ പ്രൈസ്. നിങ്ങളുടെ അടുത്ത സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങളോടുള്ള വിശ്വാസത കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവും. അതുമൂലം നിങ്ങളുടെ ഷെയറിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. It provides proper inducement to the owners as well as managers to achieve objectives that are in the interest of shareholders and organization. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഡ്യൂസ്മെൻറ്റ്, നിങ്ങളുടെ ഓണേഴ്സിനും മാനേജർക്കൊക്കെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണോ അത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു പ്രേരണ കൊടുക്കാൻ സാധിക്കും നല്ല ഗവേണൻസ് ഉണ്ടെങ്കിൽ. ഗുഡ് ഗവേണൻസ് മിനിമൈസ് വേസ്റ്റേജസ്, കറപ്ഷൻ, റിസ്ക്, മാനേജ്മെൻറ്റ്. സ്ഥാപനത്തിൽ വേസ്റ്റ് കുറയ്ക്കുക, കറപ്ഷൻ, ബ്രൈബറി, അങ്ങനെ ഒക്കെ കള്ളത്തരങ്ങൾ ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും. റിസ്ക്കും മിസ്മാനേജ്മെൻറ്റേ ഉണ്ടാവില്ല കോർപ്പറേറ്റ് ഗവർണൻസ് അഡോപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ. ഇറ്റ് ഹെൽപ്സ് ഇൻ ബ്രാൻഡ് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. നിങ്ങളുടെ റെപ്യൂട്ടേഷൻ കൂടും, നിങ്ങളുടെ സ്ഥാപനം ഒരു ബ്രാൻഡഡ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ഓർഗനൈസേഷൻ മാനേജ്ഡ് in a manner that fit the best interest of all. അതായത് it helps to satisfy the needs of all stakeholders. എല്ലാ ആൾക്കാരുടെയും ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കോർപ്പറേറ്റ് ഗവർണൻസോടുകൂടി സാധിക്കും. So this is enough for today's class. We'll see you in the next class. Thank you, children.